അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇന്നലെ വാർത്താസമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ 1.5 മണിക്കൂർ ഉണ്ടായിരുന്ന വാർത്താസമ്മേളനമാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഉണ്ടായില്ല. കമ്മീഷൻ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ടാകാം, ആ പിഴവുകൾ തിരുത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം കിട്ടിയിരുന്നു, അവരത് ചെയ്തില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുണ്ടായിരുന്നല്ലോ ബൂത്തുകളിൽ, അവരത് ചെയ്തില്ല, അപ്പോൾ അവരുടെ പിഴവാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ബീഹാറിൽ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് SIR-ന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിനുത്തരം കിട്ടിയിട്ടില്ല ശ്രീ പത്മനാഭൻ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നു, രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ ആലോചിക്കുന്നത് എന്ന സംശയം ശക്തവുമാണ്. ഞാൻ മാർക്കൻഡേയ കഡ്ജു, റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഇന്നത്തെ ട്വീറ്റ് വായിക്കാം. I can't understand why Rahul Gandhi is reluctant to give an affidavit to the Election Commission stating on oath the allegations he has made. Is he afraid of being sent to jail for perjury? സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ജഡ്ജ് പറഞ്ഞതാണ്. എന്താ ഇവരെ തകരാറ്, ഇവരെ പ്രശ്നം എന്താ? ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ ചില പരാതികൾ ബോധിപ്പിക്കുമ്പോൾ, ഒരു കോടതിയിൽ ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ, സുപ്രീം കോടതിയിൽ കൊടുക്കുമ്പോൾ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പാകെ കൊടുക്കുമ്പോൾ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട്, ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ജനപ്രാതിനിധ്യ നിയമം 1951 ഉണ്ടാക്കിയത് ആരെ കാലഘട്ടത്തിലാണ്? രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തശ്ശൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ്. 1960 റൂൾസ് ആരാ ഉണ്ടാക്കിയത്? ഇതേ നെഹ്റുവാണ് ഉണ്ടാക്കിയത്. പിന്നീട് 97-98 കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അന്നാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഭാഗികമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത് 98-ലാണ്. 98-ന് മുമ്പുള്ള 7 വർഷം 91 മുതൽ 96 വരെ നരസിംഹറാവുവും, 96 മുതൽ 98 വരെ ഇലക്ഷൻ വരെ ദേവഗൗഡയും ഗുജറാളും, അതായത് കോൺഗ്രസ് സഹായിക്കുന്ന UF ഗവൺമെൻറ്റുമാണ് ഭരിച്ചത്. ആ കാലഘട്ടത്തിലാണ് ഭാഗികമായി ഈ എന്താ പറയുക വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കിയത്. അതിനുശേഷം 99 അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കി. അപ്പോൾ ഇവരൊക്കെ തന്നെ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇവരൊക്കെ തന്നെ കൊണ്ടുവന്ന നിയമങ്ങൾ, ഇവരൊക്കെ കൊണ്ടുവന്ന ചട്ടങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ചട്ടങ്ങളും നിയമങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? BJP ഉണ്ടാക്കിയതാണ് ജനപ്രായത്വ നിയമം, അതുകൊണ്ട് ഞങ്ങൾ അനുസരിക്കില്ല. അതിലാണ് സംശയം. ഈ സത്യവാങ്മൂലം രാഹുൽ ഗാന്ധി മാത്രം നൽകേണ്ടതാണോ, അത് അനുരാഗ് ഠാക്കൂറിന് വേണ്ടേ? പരാതികൾ ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളായി വരുന്നവർ ചെയ്യണം. അപ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം വാർത്താസമ്മേളനത്തിൽ എന്താണ് പറയാതിരുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ലേ വിമർശനം ഉണ്ടായത്? അത് പറഞ്ഞല്ലോ. ഇല്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞല്ലോ, അത് എല്ലാരോടും പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഉത്തരവാദിയല്ല. നമ്മൾ വാർത്താസമ്മേളനം മുഴുവൻ കണ്ടു. നിങ്ങൾക്ക് സൗകര്യമുള്ളത് മാത്രം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളില്ല എന്ന് പറഞ്ഞ വേണ്ട, ഞാൻ പറയുന്നത് അംഗീകരിക്കണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ലല്ല, വാർത്താസമ്മേളനത്തിൽ ചോദ്യമായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളല്ലേ. മാർക്കണ്ടേ കഡ്ജു പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജ് റിട്ടയർഡ് ജഡ്ജ് മാർക്കണ്ടേയ കഡ്ജു രാഹുൽ ഗാന്ധിന്റെ പേര് മാത്രം എടുത്ത് പറയണമെങ്കിൽ അങ്ങോരും BJP ആയോ? അങ്ങോരും BJP ആയോ? രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ചോദ്യങ്ങൾ വരുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾക്കൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്താൽ എന്താ? ഞാൻ പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജനപ്രാതിനിധ്യ നിയമത്തിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് അഫിഡവിറ്റ് കൊടുക്കണ്ടെന്ന് അതുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിക്ക് പോലും ആ സൗജന്യം ഇല്ലെന്ന്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഈ പ്രശ്നം തീരും. പിന്നെ ഒന്നും കൂടി ഞാൻ പറയാം. കോൺഗ്രസ് ഹാഡ് 28,420 BLAs ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ 28,420 BLAമാർ കോൺഗ്രസിനുണ്ടായിരുന്നു. വൈ ഡിഡ് നോട്ട് എ സിംഗിൾ BLA റിപ്പോർട്ട് എനി ഇറഗുലാരിറ്റി? ഒരു BLA പോലും ഒരു പരാതി കൊടുത്തിട്ടില്ല. 28,420. ശ്രീപത്മനാഭൻ, എക്സിക്യൂട്ടീവിന് ജുഡീഷ്യൽ നിയമനങ്ങളെ ഒറ്റ മിനിറ്റ് അങ്ങ് മാർക്കണ്ടേയ കഡ്ജു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു മിനിറ്റ് അങ്ങ് പിന്നെ പറഞ്ഞാലും മതി. എക്സിക്യൂട്ടീവിന് ജുഡീഷ്യൽ നിയമങ്ങളെ സ്വാധീനിക്കാൻ കഴിവുണ്ട് എന്ന് മാർക്കണ്ടേയ കഡ്ജു വിരമിക്കുമ്പോൾ പറഞ്ഞിരുന്നു. കേട്ടോ, വിരമിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുമോ?
നിങ്ങൾക്ക് അനുകൂലമായ ഞങ്ങൾ കാര്യം ഉണ്ടാക്കിയ മാത്രമാണോ നിയമം. മാർക്കണ്ഡേയ ആണോ? കഞ്ചുവിനെ? ഞങ്ങൾ ഉണ്ടാക്കിയ നിയമ ഈ രാജ്യത്ത് സ്മൃതി ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ: 1, മന്ത്രിസഭയുടെ എണ്ണം ഹൗസിൻ്റെ 15% 1. 2, പിന്നാക്ക ജാതി കമ്മീഷന് എന്ത് കൊണ്ടുവരണം? ഭരണഘടനാ പദവി കൊണ്ടുവരണം. 3, വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരണം. ഇതാണ് ഞങ്ങൾ ഇന്ന് വരെ പാസ്സാക്കിയ, വാജ്പേയിൻ്റെ കാലം മുതൽ ഇന്ന് വരെ പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതികൾ. 1 പെൻഡിങ് ആണ്. ഇത് 1 നേഷൻ 1 ഇലക്ഷൻ പെൻഡിങ് പാസ്സായിട്ടില്ല. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികൾ 3 എണ്ണമാണ്. കാരണം ഞങ്ങൾക്ക് 3-2 ഭൂരിപക്ഷമൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടായ കോൺഗ്രസ് കൊണ്ടുവന്ന 100 ചില്ലാനം ഭരണഘടനാ ഭേദഗതികളില്ലേ? ഇതൊക്കെ ഞങ്ങളാണോ കൊണ്ടുവന്നത്? ജഡ്ജി നിയമനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളാണോ കൊണ്ടുവന്നത്? ഞങ്ങളൊരു നിയമം കൊണ്ടുവന്നിരുന്നു, അത് സുപ്രീം കോടതി റദ്ദാക്കി. ഓർമ്മയുണ്ടോ? ജഡ്ജി നിയമനം, ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് ആക്ട് അതങ്ങോട്ട് റദ്ദാക്കുകയും ചെയ്തു. പോരെ. അപ്പം ഇന്ന് നിലവിലുള്ള ജുഡീഷ്യൽ നിയമനങ്ങളൊന്നും BJP കൊണ്ടുവന്ന നിയമപ്രകാരമല്ല നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി 405 സീറ്റ് ഇവരൊക്കെ കൊണ്ടുവന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഇലക്ഷൻ ഏജൻ്റായിരുന്നു. അവിടെ ഒരു ബൂത്തിൽ, പൈവളികെ പഞ്ചായത്തിൽ ഒരു ബൂത്തിൽ 2-3 വോട്ടുകളെ സംബന്ധിച്ച് തർക്കം വന്നു. അതായത് ക്യൂ നിന്ന ലാസ്റ്റ് ബ്ലാക്ക് സ്ലിപ്പ് കൊടുത്ത വോട്ടുകളെ സംബന്ധിച്ച് ആ സ്പോട്ടിൽ തന്നെ UDFൻ്റെ ഏജൻറ്റുമാർ പരാതി കൊടുത്തു. അത്ര പോലും ബോധം ഈ മഹാരാഷ്ട്രയിലെ UDF ഏജന്റുമാർക്ക്, കോൺഗ്രസ് ഏജന്റുമാർക്കില്ല. അത്ര പോലും ബോധമില്ല. ഇത്രയും വലിയ തിരിമറി മുഴുവൻ ഏജന്റുമാർ കണ്ടുപിടിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. തൃശ്ശൂരിൽ നേരത്തെ കൊടുത്ത പരാതിയെക്കുറിച്ച് സുനിൽകുമാർ പറയുന്നുണ്ട്. നേരത്തെ കൊടുത്ത പരാതിയെക്കുറിച്ച് VS സുനിൽകുമാർ പറയുന്നുണ്ട്. VS സുനിൽകുമാർ സത്യവാങ്മൂലം നൽകണം. TN പ്രതാപൻ സത്യവാങ്മൂലം നൽകണം. അങ്ങ് ചിരിച്ചിട്ട് കാര്യമില്ല. ഇതിൽ ഇരട്ട വോട്ട് തെളിഞ്ഞ ഒരു സത്യവാങ്മൂലം നൽകണ്ട. നല്ല തീരുമാനങ്ങളാണ്. ഞാൻ 137 ബൂത്തിൽ കൊടുത്താൽ മതി. ഞാൻ 137 ഇവിടുത്തെ 137 ബൂത്തിൽ എനിക്ക് കൊടുക്കണ്ടു. ഞാൻ ലോകം മുഴുവൻ കൊടുക്കണ്ട. കാരണം എൻ്റെ ബൂത്ത് 137. 137 പോളിംഗ് ഏജന്റ് 137 കൊടുക്കുക. 138 പോളിംഗ് ഏജന്റ് 138 കൊടുക്കുക. എന്തൊരു കഷ്ടാണിത്. പരാതി കൊടുക്കണ്ടെന്ന്. ശരി, ഇത്ര സിമ്പിളായ കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. വളരെ കഷ്ടമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.